കേൾക്കാൻ കഴിയുന്നുണ്ട് എന്താണ് അവിടുത്തെ ആളുകളുടെ വികാരം എന്നത്. ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു ആ മനു എന്ന ആ പിതാവിൻ്റെ മുഖഭാവം. ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്, സംസാരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എത്ര സമയം എന്ന് വെച്ചിട്ടായിരിക്കാം ഒരാളിങ്ങനെ ഈ സങ്കടം ഇങ്ങനെ കടിച്ചമർത്തി മകൻ്റെ മരണത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ നിമിഷം ഒരു റിലീഫ് ആ പിതാവിന് കിട്ടുമായിരിക്കുമെന്ന് നമ്മൾ കരുതി. ഇപ്പോഴിതാ നമ്മൾ ഒരു തവണ ആ ദൃശ്യങ്ങളിൽ കണ്ടു ആ പിതാവ് ഇങ്ങനെ ആർത്തലച്ച് അവിടെ നിലവിളിക്കുന്നത്, ആ മൃതദേഹമുള്ള ആ പേടകത്തിലേക്ക് വിലപിച്ച് വീഴുന്നത് നമ്മൾ കണ്ടു. ഇത്രയും സമയം നിയന്ത്രിച്ചു നിന്ന പിതാവിന് ഒരു നിമിഷം എല്ലാം ആ നിയന്ത്രണങ്ങളാകെ നഷ്ടമായി. മകൻ്റെ വേർപാടിൻ്റെ എല്ലാ വേദനകളും ആ നിമിഷം ആ പിതാവിൻ്റെ മുഖത്തും ഹൃദയത്തിലും ഒക്കെ വന്ന് ഭവിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇത് ആ വീട്ടിലെ നിലവിളിയുടെ ശബ്ദം എനിക്ക് തോന്നുന്നത് എത്രയോ ദൂരേക്ക് കേൾക്കാൻ കഴിയും. സമീപകാലത്തൊന്നും കേരളം ഇത്രത്തോളം വിലപിച്ച, ഇത്രത്തോളം കണ്ണീരൊഴുക്കിയ ഒരു മരണ വാർത്ത ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നാട് മുഴുവനല്ല, ഒരു മിഥുൻ എന്ന ആ കുട്ടി ഓരോ മലയാളിയുടെയും വീട്ടിലെ ഒരു കുഞ്ഞായി, ഓരോ വീട്ടിലെയും കുഞ്ഞായി, കുരുന്നായി, വേദനയായി, സങ്കടക്കടലായി മാറുന്നതാണ് ഈ ദിവസങ്ങളിൽ കണ്ടത്. ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും അതിൻ്റെ എല്ലാ നിയന്ത്രണവും നഷ്ടമായി. അത് ഒരു കൂട്ടക്കരച്ചിലായി, ഒരു നാട് ഒരു കൂട്ടക്കരച്ചിലായി മാറുന്നതാണ് നമ്മൾ പിളന്തറ എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് കാണുന്നത്. അവിടുത്തെ ശബ്ദം നിലവിളിയുടെ ശബ്ദം മാത്രമായി മാറുകയാണ്. അവിടുത്തെ കാഴ്ച മുഴുവൻ കണ്ണീരിൽ കുതിർന്ന കാഴ്ചയാവുകയാണ്. അവിടുത്തെ കണ്ണുകളിലാകെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ, ഒരു സജലമിഴികളെന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് അവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണീര്. അതാണ് ആ വീട്ടിലിപ്പോൾ നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഹൃദയം തകരുന്ന ഒരു കാഴ്ച വരാനിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ട അമ്മ വരികയാണ്. നേരത്തെ ഏതോ ഒരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തിരുന്നു, ഓച്ചിറ കഴിഞ്ഞ് ആ യാത്ര ഇങ്ങനെ തുടരുകയാണ്. എനിക്ക് തോന്നുന്നു ആ പ്രേക്ഷകൻ ആ യാത്രയുടെ ഏതോ ഒരു ഘട്ടത്തിൽ ആ അമ്മയെ കണ്ടു എന്ന് തോന്നുന്നു. അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അധിക ദൂരം ഉണ്ടാവില്ല, ഒരു മണിക്കൂറിൽ താഴെ സമയമേ ആ വീട്ടിലേക്ക് എത്താൻ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയം എങ്ങനെയാണ് ആ നാട്, ആ വീട്, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ആ അമ്മയെ ആശ്വസിപ്പിക്കുക എന്നറിയില്ല. ഒരു വാക്കുകൾ കൊണ്ട് ആശ്വാസം കിട്ടുന്നതല്ല ആ നാടിനും ആ മാതാപിതാക്കൾക്കും ആ കുഞ്ഞനുജനും, അത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു സങ്കടക്കടൽ താണ്ടാൻ ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക്, ആ അനുജന്, ആ മുത്തശ്ശിക്ക്, ആ നാടിനൊക്കെ കരുത്ത് കിട്ടട്ടെ എന്ന് നമുക്ക് വെറുതെ ആഗ്രഹിക്കാം. അത് ഒരു മാത്രമാണ്. അങ്ങനെ ഈ വലിയ ദുഃഖത്തിൻ്റെ പാരാവാരം താണ്ടാൻ ആ നാടിന് പെട്ടെന്നൊന്നും കഴിയില്ല. അത് ഒരു പക്ഷേ എത്രയോ കാലങ്ങളെടുത്താലും ചിലപ്പോൾ ആ സങ്കടക്കടലിൽ നടുവിൽ തന്നെ ആയിരിക്കും ആ മിഥുൻ എന്ന 13-കാരൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന ആ വലിയ നാട്, ആ നാട്ടുകാരൊക്കെ. അമ്മ ഇപ്പോൾ കരുനാഗപ്പള്ളി കഴിഞ്ഞു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് നമ്മളോട്. അധിക ദൂരം ഒരുപക്ഷെ ഉണ്ടാവില്ല. പോലീസിൻ്റെ അകമ്പടി ഉണ്ട് ആ യാത്രയ്ക്ക്. പോലീസ് വഴിയൊരുക്കുന്നുണ്ടാകും. അമ്മ വേഗത്തിൽ ആ വീട്ടിലെത്താൻ അമ്മയെ കാത്തിരിക്കുകയാണ് മിഥുൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് അമ്മയ്ക്ക് യാത്ര നൽകിയ, അല്ലെങ്കിൽ ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മയെ കൊണ്ടുവിട്ട് അമ്മയ്ക്കൊരു ഉമ്മ നൽകി ആ മകൻ ആ കുവൈറ്റിലേക്ക് ആ അമ്മയെ യാത്രയാക്കിയതാകും. ഒരു പക്ഷേ വീട്ടുജോലിയാണ്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുറച്ച് പണമൊക്കെയായി അമ്മ തിരികെ വരും. അപ്പോഴേക്കും അവർക്ക് കുറെ കൂടി നല്ല വീട്ടിലേക്കൊക്കെ മാറാം എന്നൊക്കെ ആയിരിക്കും സ്വാഭാവികമായും ഒരു പ്രവാസത്തിന് പോകുന്ന എല്ലാവരും കരുതുന്നത്. അങ്ങനെ കരുതി ആ വീട്ടിൽ നിന്ന് പോയതാണ് ആ അമ്മ. മക്കളുടെ നല്ല വിദ്യാഭ്യാസം, നല്ലൊരു വീട്, അതൊക്കെ സ്വപ്നം കണ്ട ഒരു കുടുംബം. ആ കുടുംബത്തിലെ ആ സ്വപ്നത്തോടൊപ്പം നടന്ന ഒരു 13-കാരൻ. അവൻ്റെ വലിയ ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ പലതവണ പറഞ്ഞു. ആ വീടിൻ്റെ ഉമ്മറത്ത്, ആ വീടിൻ്റെ ഭിത്തിയിൽ അവൻ വരച്ച ചിത്രങ്ങൾ, മനോഹരമായ ചിത്രങ്ങൾ, അത് ചിലതൊക്കെ പൂർത്തിയാക്കാനുണ്ട്. ആ ചിത്രങ്ങളൊക്കെ അതിനിടയിൽ നമ്മൾ കാണുകയും ചെയ്തു. അവൻ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ, സ്വന്തമായി ചെരുപ്പ് വാങ്ങാൻ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ, അതൊക്കെ ആ വീട്ടിൽ ഇപ്പോഴും അലമാരയിലുണ്ട്. അതിനൊക്കെ ഇടയിലാണ് നിശ്ചലനായി എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മിഥുൻ എന്ന 13-കാരൻ ആ ചെറിയ വീടിൻ്റെ മനോഭവനം എന്നെഴുതിയ ആ ചെറിയ വീടിൻ്റെ ഉമ്മറത്ത് ഇപ്പോൾ എന്താണ് ഒരു ചെറിയ പേടകത്തിൽ
ഒരു പുൽപ്പായ്ക്ക് മുകളിൽ ഉറങ്ങുന്നത്. അരുൺ അരുൺ കേൾക്കാമെങ്കിൽ നമുക്ക് അവിടുത്തെ ആർത്തനാദം, അവിടുത്തെ അവൻ്റെ ബന്ധുക്കളുടെ കരച്ചിൽ അത് മാത്രമാണ് ഇങ്ങോട്ട് കേൾക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് കേൾക്കാതിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് പറയാൻ കഴിയില്ല. നമുക്ക് ആ വീട്ടിലുള്ളവരുടെ ദുഃഖം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. അരുൺ, അമ്മ എപ്പോഴെത്തും? ഇപ്പോൾ കരുനാഗപ്പള്ളി കഴിഞ്ഞു എന്നൊരു പ്രേക്ഷകൻ എന്നോട് പറയുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഒരു മണിക്കൂറിൽ താഴെ സമയമേ വേണ്ടി വരികയുള്ളൂ അമ്മ സുജ ആ വീട്ടിലെത്താൻ, അല്ലേ?